കോട്ടയത്തും പിണറായിക്ക് നേരെ തന്നെയാണ് അംഗങ്ങളുടെ ശക്തമായ വികാരമുയർന്നത്. പിണറായി വിരുദ്ധ തരംഗമാണ് തോൽവിക്ക് കാരണമെന്നാണ് വിമർശനം. രക്ഷാപ്രവർത്തനം, വീട്ടിൽ പോയി പറ തുടങ്ങിയ പരാമർശങ്ങൾ തിരിച്ചടിയായി. ഇത് സ്ത്രീകളുടെ വോട്ട് നഷ്ടപ്പെടുത്തി. ഘടകകക്ഷികളെ പരിഗണിക്കാതെ ഏകാധിപത്യ നിലപാട് സ്വീകരിച്ചു. പാർട്ടിയും സർക്കാരും പിണറായി വിജയൻ മാത്രമായി. എം.വി. ഗോവിന്ദന്റെ പ്രസ്താവനകൾക്ക് നേരെയും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് പൂർണ്ണ ചുമതല മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിക്കൊണ്ടുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ പാർട്ടിയുടെ ഒരു ഘടകങ്ങൾക്കും ഒരു വോയിസും ഇല്ലായിരുന്നു എന്നാണോ? വലിയ വിമർശനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും വിമർശനം ഉന്നയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും അത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ, അദ്ദേഹത്തോടുള്ള, അതായത് സർക്കാരിനോടുള്ള വിരുദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് പിണറായി വിജയനോടുള്ള വിരുദ്ധത, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ്. അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇതൊക്കെ തന്നെ വലിയ ഇതിൽ തിരിച്ചിട്ടുണ്ടാക്കി. സ്ത്രീകൾക്കിടയിലാണ് ഇത് വലിയ വിള്ളലുണ്ടാക്കിയത്. സ്ത്രീകളുടെ വോട്ടുകൾ ഇത് LDF-ൽ നിന്നും അകന്നു പോകാൻ പ്രധാനപ്പെട്ട കാരണമായത് വിമർശനം ഉന്നയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ടിയും സർക്കാരും അത് പിണറായി വിജയൻ മാത്രമായി മാറി എന്നുള്ളത്, ഇത് തിരിച്ചടിയിൽ വലിയ കനത്ത പരാജയത്തിലേക്കടക്കം നയിച്ചു എന്നൊരു വിമർശനമാണ് കോട്ടയത്ത് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ ഒന്നടങ്കം ഉന്നയിച്ചത്. ഒപ്പം ഇത്തരത്തിൽ എം.വി. ഗോവിന്ദന്റെ പ്രസ്താവനകളും എം.വി. ഗോവിന്ദന്റെ നിലപാടുകൾക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. അദ്ദേഹം ഒരു സംസ്ഥാന സെക്രട്ടറി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിരുന്നില്ല, അത് വിജയത്തിലേക്കോ അല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയിലേക്ക് കൊണ്ടുപോയി ചെന്നെത്തിച്ചു എന്ന വിമർശനങ്ങളിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോയി. അതായത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഉണ്ടായ പോലെ തന്നെ എം.വി. ഗോവിന്ദന്റെയും ഒപ്പം തന്നെ പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിക്കുകയാണ് ജില്ലാ കമ്മിറ്റി യോഗം ഉണ്ടായത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ വിഷയമാണ്. കേരള കോൺഗ്രസ് ഉയർത്തിയ വിഷയം ക്രോസ് വോട്ടിംഗ് ആയിരുന്നു. അതിനെ പൂർണ്ണമായും തള്ളുകയും ഒപ്പം കേരള കോൺഗ്രസിന്റെ മുന്നണിക്കുള്ളിൽ അമിതമായ പ്രാധാന്യം നൽകിയെന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ നേതാക്കൾ ഉന്നയിച്ചത്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ കൃത്യമായി ലഭിച്ചില്ല, പോൾ ചെയ്യപ്പെട്ടില്ല എന്ന വിമർശനം കൂടി മുന്നോട്ട് വെച്ചു. ഏറ്റുമാനിലെ തോൽവിക്ക് കാരണം ബാർ ഉടമകൾക്ക് കീഴ്പ്പെട്ടുപോയി എന്ന വിമർശനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എല്ലാ ഘട്ടത്തിലും വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി യോഗം തന്നെയാണ്. അതിൽ പ്രധാനമായും ഈ തോൽവിക്ക് കാരണം, അല്ലെങ്കിൽ സംസ്ഥാനത്താകെ ഉണ്ടായത് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെ എല്ലാ ജില്ലാ ഘടകങ്ങളിലും വലിയ വിമർശനമാണ് CPM നേതൃത്വത്തിനെതിരെ ഉയരുന്നത്.